ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇപ്പോൾ മെയിനായിട്ട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നത് എക്സ്ചേഞ്ച് ആയിട്ടാണ് കേട്ടോ. അതായത് നിങ്ങളുടെ ടൗണിലുള്ള വീടോ സ്ഥലങ്ങളൊക്കെ ഒരു കൃഷി സ്ഥലമായിട്ട് വെച്ചുമാറ്റം നടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മെയിനായിട്ട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ ഒരു 8 ഏക്കർ റബ്ബർ തോട്ടമായിട്ട് അതായത് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാക്കണം. ഈ കാണുന്ന ഒരു 8 ഏക്കർ റബ്ബർ തോട്ടം, അതിനകത്ത് ഈ കാണുന്ന ഒരു വീടും വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിനോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യും. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ നമ്മൾ ബദിയടുക്ക ടൗണിൽ ഏകദേശം 7 കിലോമീറ്റർ അകലത്തിൽ ചാലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ടുള്ളത്. നമ്മുടെ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന ബദിയടുക്കാണ്, അതുപോലെ വില്ലേജും ബദിയടുക്ക തന്നെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. താലൂക്ക് നമുക്ക് കാസർഗോഡാണ്. കാസർഗോഡിന് ഏകദേശം ഒരു 24 കിലോമീറ്റർ ദൂരമാണുള്ളത്. നമ്മളെ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. വഴിയൊന്നും തെറ്റാനൊന്നുമില്ല. നമ്മളെ ബദിയടുക്ക ടൗൺ നമുക്ക് കർണാടക പുത്തൂർ പോണ റോട്ടിൽ നിന്ന് പള്ളത്തർക്ക ജംഗ്ഷൻ എത്തും. പള്ളത്തർക്ക ജംഗ്ഷനിൽ നമുക്ക് റൈറ്റിലോട്ടാണ് വരേണ്ടത്. അവിടുന്ന് ഏത്തർക്ക പോണ റോട്ടിൽ ചാലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ചാലക്കോട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് റൈറ്റിലോട്ടുള്ള റോഡിനാണ് വരേണ്ടത് കേട്ടോ. ഈ റോഡ് അവിടുന്ന് വരുന്നതാണ്. അവിടുന്ന് ഏകദേശം ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് ഏകദേശം നടക്കാനുള്ള ദൂരത്തിൽ 1/2 കിലോമീറ്റർ ദൂരം മാത്രമേ കേട്ടോ. വാഹനങ്ങളൊക്കെ ഏത് വേണമെങ്കിലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥലത്തിൻ്റെ അതിൽ ഇതാക്കണം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് സ്ഥലം കിടക്കുന്നത്. ഈ റോഡ് പോകുന്നത് നമ്മളെ വീട്ടിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഏകദേശം ഒരു 150 മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജിൽ തന്നെ കിടക്കുന്ന സ്ഥലമാണ്. ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ സ്ഥലം. പിന്നെ ടാറിങ് എല്ലാം പാസ്സായി കിടക്കണതാണ്. ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യമുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് പ്ലോട്ടിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോയിട്ട് ഇനി അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളും മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാം കേട്ടോ. പിന്നെ നമ്മൾ കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ അവിടുത്തെ ഒരു 2.5 കിലോമീറ്റർ ദൂരമുള്ള നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തോട്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഈ റോഡ് സൈഡിന് ഈ ഒരു ഭാഗത്ത് ഒരുവിധം ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. കണ്ടില്ല നിങ്ങൾ? ഇനിയിപ്പോൾ ഈ സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് പ്ലോട്ടുകളാക്കി കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇത് കണ്ടില്ല? ഇനിയിപ്പോൾ ഈ റോഡ് നമുക്ക് ടാറിങ് എല്ലാം ആയി കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. 10 സെൻറ്റോ 20 സെൻറ്റോ 30 സെൻറ്റോ ഒക്കെ ആയിട്ട് പ്ലോട്ടുകളൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതാക്കണ് നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് ഇതേമാതിരിക്കുള്ള റബ്ബറുകൾ 1300ഓളം റബ്ബറുകൾ 414, 105, 430 ഇനത്തിൽപ്പെട്ടിട്ടുള്ള ടാപ്പിംഗ് ആക്കിയിട്ട് 6ാം വർഷം പ്രായമായിട്ടുള്ള റബ്ബറുകളാണ് കേട്ടോ. ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ ഫുള്ള് നല്ല ക്ലിയർ ആയി കിടക്കണേ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെയാണ്. പാലെടുത്ത് നടക്കാനും ഷീറ്റ് അടിക്കാൻ എന്താ പറയുക ടാപ്പിംഗ് ആക്കാനും പാലെടുത്തുകൊണ്ട് നടക്കാനൊക്കെ സുഖമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല കിടിലനായിട്ട് നോക്കി കൊണ്ടിറക്കുന്ന ഒരു തോട്ടം തന്നെയാണ് അത്. ഫുള്ള് കാടെല്ലാം കൊത്തി നല്ല നീറ്റായിട്ട് കൊണ്ടിറക്കണതാണ്. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾ ഒരുവിധം ഫുള്ള് ലെവലായി കിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഭാഗത്ത് മൊത്തം കേട്ടോ. ഇവിടെയൊക്കെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ഭാഗത്ത് ആ റോഡൊക്കെ ഒന്ന് എന്താ പറയുക ടാർഗൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കവിടെ പെട്ടെന്ന് പ്ലോട്ടുകൾ സെയിലാകുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു കിടിലൻ സൈറ്റ് സ്ഥലമാണ് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ നല്ല രസമുള്ള സ്ഥലം. അപ്പോളേ നമ്മൾ പ്ലോട്ടിൻ്റെ ഇപ്പോൾ ഈ റോഡ് സൈഡിന് ഇപ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡിലോട്ട് എത്താനായിട്ടുണ്ട്. ആ ഒരു എൻഡിലോട്ട് എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ നിങ്ങൾ, അങ്ങനെ തല വരാൻ കേട്ടോ. നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ഇങ്ങനെ കിടക്കണുണ്ടല്ലോ നിങ്ങൾ. മൊത്തം 8 ഏക്കർ പ്ലോട്ടാണ്. പിന്നെ നമുക്ക് ഭാവിയിൽ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കട്ടെ. നമുക്ക് പറമ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ വീട് വെക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വീട് വെക്കാം. അതിന് കറണ്ട് കണക്ഷൻ എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഇനി ഇങ്ങോട്ട് വരും നമ്മളെ ഈ തോട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇതുവരെ പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല കേട്ടോ. 6ാം വർഷം ടാപ്പിംഗ് ആക്കിയിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇതുവരെ പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല. കണ്ടില്ല ഞങ്ങൾ? ഒറ്റ മരം പോലും പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല. കണ്ടില്ല ഞങ്ങൾ? ഒക്കെ നല്ല നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം പറയാനുള്ള വെച്ചാൽ ഈ ഒരു സ്ഥലത്തിന് ഞങ്ങൾ ഫുള്ള് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ്. ഇതേപോലെ ഫുള്ള് കമ്പി വേലിയിട്ട് അതിരെല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതുവരെയാണ് നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ടേജ് എൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഫുള്ള് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ് ഇവിടം വരാനുള്ളത് കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് ഈ ഒരു സൈഡ് ഇവിടെ ഇങ്ങനെ ഇവിടെ അതിൽ കെട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സൈഡിൽ ശാല് കീറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആൾക്കാരുടെ സ്ഥലമാണ്. അവിടെ വീടല്ല കേട്ടോ, വേറെ ആൾക്കാരുടെ വീടുണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഇതിപ്പോൾ നമ്മൾ 8 ഏക്കർ, ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ 6 ഏക്കർ 8 ഏക്കർ 10 ഏക്കർ അതിനൊക്കെ ഓരോരുത്തർക്ക് ഏക്കർ കണക്കിനാണ് സ്ഥലങ്ങളുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് വീടുകളുള്ളത് കേട്ടോ. ഇപ്പം നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു വീടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പറമ്പിൽ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് പറഞ്ഞാൽ ബോർവെല്ലാണുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ബോർവെല്ലുള്ളത് കേട്ടോ. ബോർവെല്ലും ഉണ്ട്. പിന്നെ 2 കുളം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്ലാറ്റ്ഫോം കണ്ടില്ലെങ്കിൽ ഫുള്ള് എല്ലാ പ്ലാറ്റ്ഫോറും ഫുള്ള് ലെവലായിട്ട് കിടക്കുന്ന പ്ലാറ്റ്ഫോം തന്നെ കണ്ടില്ലെങ്കിൽ. മരമൊക്കെ കണ്ടില്ലെങ്കിൽ നല്ല നല്ല കിടിലം മരങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സൈഡിൽ ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തന്ന റോഡാണിട്ടത്. വീട്ടിലോട്ട് പോണ റോഡാന്ന് പറഞ്ഞ് നേരത്തെ കാണിച്ചു തന്നില്ലേ? ആ കാണുന്നതാണ് വീട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓണർ എക്സ്ചേഞ്ചിന് റെഡിയാണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ആലക്കോട്, കരുവഞ്ചാൽ, വായാട്ടുപറമ്പ് ഏരിയകളിൽ ഇനിയിപ്പോൾ എല്ലാ ഇരിട്ടി, ഉളിക്കൽ ഏരിയകളിലൊക്കെ ആയിട്ട് നിങ്ങളെ വീട് സ്ഥല പ്രോപ്പർട്ടികളൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും ആ ഒരു ഏരിയകളിലുള്ള വീട് സ്ഥലമൊക്കെ ആയിട്ടുള്ള പ്രോപ്പർട്ടികളെ ആയിട്ട് ഈ ഒരു 8 ഏക്കറുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും ഇതിൻ്റെ ഓണർ റെഡിയാണ്
ആണ് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് നമ്മൾ നേരത്തെ ബോർവെൽ കാണിച്ചു തന്നില്ലേ, ഇനി നമ്മളെ പറമ്പിൽ 2 കുളവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണം, ഇതാണ് ആദ്യത്തെ കുളം എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കുളം ഉള്ളത്. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതാക്കണേ തേക്ക് കണ്ടില്ല, അതുപോലെ പറമ്പിൻ്റെ ഇടയ്ക്കെല്ലാം കുറേ വലിയ വലിയ തേക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 3/4 ഏക്കറോളം തേക്ക് നമുക്ക് വേറെ പറമ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് വേറെ തന്നെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് പോയിട്ട് ഇനി വീടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് പോയിട്ടൊന്ന് കാണാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാക്കണേ മിറ്റമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടികളൊക്കെ ഏത് വേണേലും കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തോട്ടെല്ലാം വണ്ടി നിർത്താം. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് മിറ്റത്തോട്ടാണെങ്കിലും വണ്ടിയെല്ലാം കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള മിറ്റമൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ മൊത്തം ഒന്ന് പോയിട്ട് കാണാം. മൊത്തം 3 ബെഡ്റൂമൊക്കെ ഉള്ള സാധാരണ ഒരു ഓടിട്ടൊരു വീടാണ്. ഫ്രണ്ട് ഭാഗത്താക്കുന്ന ഫുള്ള് ഡ്രസ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഫുള്ള് വലിയ ഓപ്പൺ ആയിട്ടുള്ള വലിയ സിറ്റ് ഔട്ടാണ്. അപ്പോൾ നമുക്ക് അകത്തെ സൗകര്യങ്ങളും കൂടി ഒന്ന് പോയിട്ട് നോക്കാം. പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഡോറെല്ലാം ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. ഡോറ്, കട്ടിൽ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നൊക്കെയാണ് മച്ചിലിൻ്റെ വീടാണ് കേട്ടോ. ഫുള്ള് മച്ചുള്ളതാണ് നമ്മൾ ഈ ഒരു വീട്. മൊത്തം 3 ബെഡ്റൂമൊക്കെയാണ് വരുന്നതാണ്. ഇപ്പോൾ ഇത് വേറെ വലിയൊരു സിറ്റ് ഔട്ടായിട്ട് തന്നെ എല്ലാ നീളത്തിലുള്ള വലിയൊരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടിലോട്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ ഗ്രില്ലാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു പഴയ മോഡലുള്ള ഒരു പണ്ടത്തെ ഒരു വീടാണ്. പിന്നെ നമുക്ക് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ റൂം ഈ ഒരു ഭാഗത്താണുള്ളത്. റൂമിനെല്ലാം ഫുള്ള് മച്ചെല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് താമസിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ എല്ലാ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പണിക്കാർക്ക് വന്ന് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിനൊക്കെ പറ്റുന്നതാണ്. നല്ല വീട് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടാണ്. പിന്നെ ഇതാണ് 2ാമത്തെ റൂം. ഈ റൂമിനും മച്ചെല്ലാം ഉണ്ട്. നിലമൊക്കെ ഫുള്ള് കാവി ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് അകത്തോട്ട് ഹാളിലോട്ടൊന്ന് പോയിട്ട് നോക്കാം. ഹാളിലോട്ട് വരുമ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അതിൻ്റെ ഒരു സൗകര്യമുള്ള ഹാൾ തന്നെയാണ്. എല്ലാം ഫുള്ള് എല്ലായിടത്തും മച്ചുള്ളതാണ്. നല്ല തണുപ്പാണ് അകത്തോട്ടെല്ലാം വരുമ്പോൾ. പിന്നെ ഫുള്ള് കാവി ഇട്ടേക്കണാണ്. പണ്ടത്തെ ആ ഒരു സ്റ്റൈലിലുള്ള ഒരു വീട് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മളെ 3ാമത്തെ റൂം എന്ന് പറയുന്നത്. ഈ റൂമും വലിയ റൂം തന്നെയാണ്. സാധാ നോർമൽ വലിപ്പമുള്ള ഒരു വലിയ റൂം തന്നെയാണ്. അപ്പോൾ മൊത്തം 3 റൂം കേട്ടോ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് അടുക്കളയിലുള്ളത്. അടുക്കളയിലാണെങ്കിലും അടുക്കള അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു സ്റ്റോർ റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തെങ്കിലും മച്ചിൻ്റെ മേലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെയറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് ബാത്റൂം എല്ലാം ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അകത്തെ സൗകര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഷീറ്റെല്ലാം റബ്ബർ ഷീറ്റെല്ലാം പുകയിടാനുള്ള ഒരു പോപ്പരെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഏകദേശം ഒരു 400-500ഓളം ഷീറ്റ് പുകയിടാൻ പാകത്തിനുള്ള വലിയ പോപ്പര തന്നെയാണ് കേട്ടോ. ഫുള്ള് നല്ല രീതിക്ക് തന്നെയാണ് ഫുള്ള് കെട്ടിയെല്ലാം റെഡിയാക്കിയിട്ടുള്ളത്. ആ പോപ്പരേൻ്റെ അടുപ്പാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഷീറ്റെല്ലാം കൊള്ളുന്ന പോപ്പര തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. ഇത് നമുക്ക് സാധനങ്ങളെല്ലാം എടുത്തേക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഉള്ളൊരു സ്റ്റോർ റൂമാണ്. അപ്പോൾ ഇത്രയാണ് വീടിൻ്റെ അകത്തുനിന്നുള്ള ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഇത്രയും സൗകര്യം കേട്ടോ. ഇപ്പോൾ വീടെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ, വീടിൻ്റെ അകത്ത് സൗകര്യങ്ങൾ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞില്ലേ. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ബാക്ക് സൈഡിലോട്ട് ഇങ്ങോട്ട് വരാണ്ടെങ്കിൽ ഇവിടെ ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിനുള്ള മെഷീൻ വരെല്ലാം ഉണ്ട് കേട്ടോ. കറണ്ടിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല വലിയൊരു മിഷൻ പേര് തന്നെ കേട്ടോ. അത്യാവശ്യം എന്താ പറയുക 100-100 ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിനുള്ള എന്താ പറയുക ഷീറ്റ് ഉറ വെച്ച് വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിന് വെള്ളമുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൗകര്യം ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മേലെ ഡ്രസ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മിഷൻ വരുന്നത് നമുക്ക് ഇതാണ് അച്ചും പ്ലെയിനുള്ള 2ഉം കൂടി മിക്സ് ഇതായിട്ടുള്ള ഒറ്റ മിഷനാണ് കേട്ടോ. കറണ്ടിൻ്റെ കണക്ഷൻ നമുക്ക് ഇവിടുന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എന്താ പറയുക തോട്ടമൊക്കെ ടാപ്പിംഗ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് സൗകര്യത്തിന് നമുക്ക് ആയാസത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഇനിയിപ്പോൾ നമുക്ക് ടാപ്പിംഗ് ആക്കി കഴിഞ്ഞ് വന്ന് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന കേട്ടോ. നമുക്ക് ഇത്രയും അടുത്ത് നമുക്ക് ആയാസത്തിൽ തന്നെ നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇടയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിന് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഇതാക്കുന്നത് തെങ്ങാട്ടിൽ അത്യാവശ്യം നല്ല കായ്ക്കുന്ന തെങ്ങ് ഏകദേശം ഒരു 12ഓളം തെങ്ങുകളുണ്ട് നമ്മളെ ഒരു പ്ലോട്ടിനകത്ത്. നമുക്ക് വീട്ടിലാവശ്യത്തിന് ഉപയോഗിക്കാൻ അഞ്ഞിപ്പോൾ എല്ലാം പുറത്ത് കൊടുക്കാനാണെങ്കിലൊക്കെ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു സൈഡിലോട്ട് വരാണ്ടെങ്കിൽ ഇവിടെ ഒരു 2-3 ഈട്ടിയെല്ലാം ഉണ്ട് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ. നോക്കി അത്യാവശ്യം നല്ല വണ്ണുള്ള വലിയ ഈട്ടിയാണ്. 3 ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതൊന്ന് പിന്നെ അങ്ങോട്ട് മുകളിലാണ് ഒന്നുള്ളത് കേട്ടോ. അപ്പോൾ നോക്കി അത്യാവശ്യം നല്ല വണ്ണുണ്ട്. നല്ല വലിയ ഈട്ടിയാണ്. മേലെ വരെ നല്ല വണ്ണായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ 2 പിന്നെ ഇവിടെ 1 ഉണ്ട്. 2-3 വലുത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് ബാക്കി ഒരു കുളവും കാര്യങ്ങളൊക്കെ അവിടെയാണുള്ളത്. പിന്നെ തേക്ക് ബാക്കി 3/4 ഏക്കർ തേക്കുണ്ട് പറഞ്ഞാൽ അതും ആ ഒരു ഭാഗത്താണുള്ളത്. പിന്നെ ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ മുസ്ലിം പള്ളിയെല്ലാം ഉണ്ട്. അതുപോലെ അമ്പലങ്ങൾ അടുത്തെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, നടക്കാനുള്ള ദൂരത്ത് തന്നെ. പിന്നെ നമുക്ക് ഒരു 5 കിലോമീറ്ററിൽ പെരളയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ബദിയടക്കയിലെത്തിക്കഴിഞ്ഞാൽ അവിടെയും ക്രിസ്ത്യൻ പള്ളിയെല്ലാം ഉണ്ട്. അതുപോലെ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 7 കിലോമീറ്ററിൽ ബദിയടക്കയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീടും ആ ഒരു ഭാഗം മൊത്തത്തിൽ
കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താക്കണം ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ ഫുള്ള് റബ്ബറുകളാണ് കേട്ടോ. നോക്കിയൊക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല നല്ല റബ്ബറുകളാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ട് നോക്കിയാലുള്ള മൊത്തത്തിൽ കാണുകയും ചെയ്യാം നമുക്ക് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പറമ്പ് കുറച്ച് ചെറിയ രീതിയിൽ ചെരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു സ്ഥലം തന്നെയാണ്. പ്ലാറ്ററും കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ ഫുള്ള് ക്ലിയർ ആയി കിടക്കണമെന്നൊക്കെ കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് ഓരോ വരിയും പ്രത്യേകമായിട്ട് കാണുകയും ചെയ്യാം നമുക്ക് കേട്ടോ. ടാപ്പിംഗ് ആക്കി നടക്കാനാണെങ്കിലും പായെടുത്ത് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ്. ഫുള്ള് പ്ലാറ്ററെല്ലാം ക്ലിയർ ആയി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് നിന്ന് നമുക്ക് പുറത്ത് പെരളയിലോട്ടൊക്കെ പോകണമെന്നൊക്കെ ഒരു 5.5 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ മംഗലാപുരം എയർപോർട്ടൊക്കെ ആണെങ്കിൽ ഒരു 70 കിലോമീറ്റർ ദൂരമാണുള്ളത്. അപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ ഏറ്റവും എൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കുളം ഉണ്ടെന്ന് പറഞ്ഞതാക്കണം ഈ കാണുന്നതാണ്. അത്യാവശ്യം വലിയ കുളമാണ് കേട്ടോ. ഇപ്പോൾ വേനൽക്കെല്ലാം ഇതുപോലെ ഫുൾ ടൈം വെള്ളമെല്ലാം ഉണ്ടാവും. മഴക്കാലത്താണെങ്കിലും നിറയെ വെള്ളമെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് പറമ്പ് നനയ്ക്കാനുള്ള ആവശ്യത്തിനാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അതിര് വരുന്ന അവിടെയാണ് ഈ റബ്ബർ കാണുന്നത്. അവിടം വരെയാണ് ഇതിൻ്റെ അതിരെല്ലാം വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ആൾക്കാരുടെ സ്ഥലങ്ങളാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തോട്ടെല്ലാം ഫുള്ള് കവുങ്ങും തോട്ടം അതുപോലെ റംബൂട്ടാൻ്റെ ഒക്കെ തോട്ടമൊക്കെയാണ് ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതിര് ഇവിടെയാണ് കേട്ടോ. ഇനി നമുക്ക് അതിലങ്ങനെ പോയിട്ട് പോയിട്ട് ബാക്കി തേക്കെല്ലാം കുറച്ച് കാണാണ്ട്. അപ്പോളേ ഇങ്ങോട്ട് വരും നമുക്ക് തേക്കും തൈകൾ മൊത്തം കാണണ്ടേ. ഈ ഒരു ഭാഗത്താണ് നമ്മളെ തേക്കുകളിൽ കേട്ടോ. ഏകദേശം 3/4 ഏക്കറോളം നമുക്ക് ഫുള്ള് തേക്കുകളാണുള്ളത്. 12-ാം വർഷം പ്രായമായിട്ടുള്ള മൊത്തം 300ഓളം തേക്കുകളാണ്. ഏകദേശം 100-300ഓളം തേക്ക് മരങ്ങളുണ്ട് കേട്ടോ. അത് ഇതേപോലത്തെ നല്ല നല്ല കിള്ളം തേക്ക് മരങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. നല്ല ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇതേപോലെ പ്ലാറ്റ്ഫോറൊക്കെ കെട്ടി ലെവലായിട്ട് നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു തോട്ടം തന്നെയാണ് അല്ലേ? അതെ. പിന്നെ ഇപ്പോൾ ഇല കൊഴിയുന്ന സമയമാണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇലകളൊന്നും അങ്ങനെ കാണാത്തത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ പ്ലോട്ടിനോട് ചേർന്ന് അതിരിനോട് ചേർന്നാക്കണം അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഏരിയയിലുണ്ട്. അങ്ങോട്ടൊക്കെ വീടുകളുള്ള ഏരിയയാണ്. നമുക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക ടൗണിൽ നിന്ന് വെറും 7 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 1.25 കോടി രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങളുടെ പ്ലോട്ടുകൾ ഏതെങ്കിലുമൊക്കെ നമ്മളെ കണ്ണൂർ ജില്ലയിൽ ആലക്കോട്, കരുവഞ്ചാൽ, വായാട്ടുപറമ്പ അതല്ലെങ്കിൽ ഉളിക്കൽ, ഇരിട്ടി ഭാഗങ്ങളിലൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും പ്ലോട്ടുകൾ വീടോ സ്ഥലങ്ങളൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും ഇതിൻ്റെ ഓണർ റെഡിയാണ്. ആ ഒരു ഭാഗങ്ങളിൽ നിങ്ങളുടെ വീടോ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിറ്റിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു പ്ലോട്ട് എടുക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും നമ്മൾ കാസർഗോഡ് ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ എക്സ്ചേഞ്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണറുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓണറെ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലുമൊക്കെ അതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.